താങ്കളുടെ മനസ്സിൽ ഇപ്പോഴുള്ള വികാരം എന്താണ്? ആ കേഷൻ അത് ഞാൻ പൊളിച്ചു തരാം എന്നാണ് എന്റെ മനസ്സിലുള്ള ഒരു നിഗമനത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ. അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഈ കത്തി വാങ്ങി അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ആ മുറിവിനെ പറ്റി താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ? ഈ കത്തി വാങ്ങിയത് ഞാനാ. കത്തി വാങ്ങി കൊടുത്തത് ഞാനാ. ആ എന്നെ തന്നെ ഇവൻ ക്രൂശിച്ചു. ഈ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് സംഭാവന ചെയ്യുന്നത് ശരിയാണോ? കൂട്ടുകാരൻ ഒരു ചോദ്യം കൂടി, എനിക്ക് ഇത്ര വേദന ഉണ്ടാവില്ല. ഇല്ല, ഈ കൂടെ നിന്നിട്ട് കൂതിരടിച്ചു അങ്ങനത്തെ അടിയെന്ന് സത്യമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പ്ലീസ്. അത് ഒരു മിനിറ്റ് ആ വെളിച്ചൊന്നും കൊണ്ടുവന്നാൽ ആളെ കൂടി കാണായിരുന്നു. താങ്കൾ പറയുന്ന പോലെ ഈ കത്തി കാണാ, ഇത്രയും നല്ല കത്തി 5 രൂപ കൊടുത്ത് ഞാൻ മാള ബുക്ക് സ്റ്റാൾ, ഏത് ബുക്ക് സ്റ്റാളിന്റെ പേര് ഞാൻ മറന്നു, അവിടെ ഇറങ്ങി വാങ്ങിയിട്ട് അവൻ ആ കത്തിക്ക് എന്റെ വണ്ടി അവൻ എന്ത് കാണിച്ച് സ്റ്റിക്കർ വർക്ക് അവരെനിക്ക് വളരെയധികം ഖേദമുണ്ട്. ഖേദം നീ കൊണ്ടുവച്ചാൽ മതി. ഖേദം കത്തി തിരിച്ചു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കത്തി വെച്ചുള്ള കളി വേണ്ട. ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ വണ്ടിയിലെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തൊക്കെ ആരും കാണാണ്ട് ആ അവസ്ഥയായി. നിങ്ങക്ക് മനസ്സിലാവും എന്റെ അവസ്ഥ മനസ്സിലായി. അതായത് റോട്ടില് വെക്കണ വണ്ടി ഞാൻ അവിടെ കാട്ടി കൊണ്ട് വെച്ചേക്കാ. എന്റെ വീടിന്റെ പരിസരം നീ കാടാക്കരുത്. അതൊരു ഒരാളയില്, ഒരു കാട് പോലൊരു ആളയില് കിളിയും പണ്ടാറും ഒക്കെ ഉള്ള ഒരാളയെ കൊണ്ടുവച്ചു ഞാൻ. അത് താങ്കൾക്ക് മനസ്സിലാവായിരിക്കും. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ താങ്കൾ അത് ലൈറ്റ് ഓഫ് ചെയ്യണ്ട.